ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളും എല്ലാം ചാനലിനു മുമ്പിൽ ഒരു സങ്കടവുമില്ലാതെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നത്. ഒരിക്കലെങ്കിലും ഗംഗാവലി പുഴക്കരികിൽ എൻ്റെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. ലോറിക്കുള്ളിൽ കിടന്ന് തെളിഞ്ഞ ജലാശയത്തിന് മുകളിലൂടെ എനിക്ക് എൻ്റെ അമ്മയെയും ഭാര്യയെയും എൻ്റെ പൊന്നുമോനെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അർജുൻ എന്ന് പറഞ്ഞ മനുഷ്യനെ കേരളത്തിന്റെ തീരാ നോവായി മാറി. 72 ദിവസം വെള്ളത്തിനടിയിൽ മുങ്ങിത്തപ്പി അർജുൻ്റെ ബോഡി ചെക്ക് ചെയ്യുന്ന സമയത്തും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചത് അർജുൻ തിരിച്ചു വരണേ എന്നായിരുന്നു. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾക്കെല്ലാം അസ്തമയം കണ്ടുകൊണ്ട് അർജുൻ്റെ ശവശരീരമാണ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എവിടെയെങ്കിലും ആ ലോറിക്കകത്ത് നിന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും വല്ല ആദിവാസികളുടെ കൂട്ടത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നാട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് അടിയണേ, അവിടെ നിന്നും ആരെങ്കിലുമൊക്കെ രക്ഷിച്ചിട്ട് തിരിച്ച് ജീവൻ തിരിച്ച് കിട്ടണേ, അറ്റ്ലീസ്റ്റ് ബോധമെങ്കിലും പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത രീതിയിലെങ്കിലും ആയിട്ട് പിന്നീട് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന രീതിയിലെങ്കിലും ആകണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ ഒന്നിനും ഫലം കണ്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്, തൻ്റെ മരണം കൊണ്ട് ഒരുപാട് പേരുടെ സഹോദരനും മകനൊക്കെ ആകാൻ അർജുന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത സ്നേഹമാണ് അർജുന് മരിച്ചതിന് ശേഷം നമ്മുടെ കേരളക്കര തന്നെ മൊത്തത്തിൽ കൊടുത്തത്. കേരളം എന്ന് പറഞ്ഞാൽ മതിയാവില്ല, കർണാടകയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പല ആളുകളും അർജുനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്. അർജുൻ്റെ ചിത എരിയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ട് പോലും നമ്മളിപ്പോഴും അർജുനെ കുറിച്ച് സംസാരിക്കൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴും പല രീതിയിലും ചർച്ചകളും അതുപോലെ തന്നെ സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കണം. ഈ ഒരു അവസരത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാനിടയായി. ആ ഒരു പോസ്റ്റ് അർജുൻ എഴുതിയ കത്ത് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പോസ്റ്റ് വൈറലായിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അർജുൻ്റെ ഒരു ന്യൂസിൽ മുങ്ങിയ സമയത്ത് അത് സ്ക്രീൻഷോട്ട് എടുക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. പിന്നീട് ഞാൻ നോക്കിയ സമയത്ത് ആ ഒരു കത്ത് ഞാൻ കണ്ടില്ല. പിന്നീട് ഞാൻ ആ ഒരു കത്തിൻ്റെ നരേഷൻ പിന്നീട് കണ്ടത് ഒരു യൂട്യൂബറുടെ ചാനലിനകത്താണ്. അപ്പോൾ എന്താണെങ്കിലും അത് കേട്ട സമയത്ത് എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് അത് സ്പർശിച്ചു. അർജുൻ പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം എന്താണെങ്കിലും ആ ഒരു ഓഡിയോ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ ഈ ഒരു കത്ത് കാണുന്നത്. അപ്പം എനിക്ക് അർജുനെ ഓർത്തിട്ട് വല്ലാത്ത സങ്കടം തോന്നി. ശരിക്കും അർജുൻ്റെ മനസ്സിൽ ഉള്ളതുപോലെ തന്നെയുള്ള വരികളാണ് അത്. ഈ കത്ത് എന്തിന് എഴുതിയതാണെന്നോ ആര് എഴുതിയതാണെന്നോ എനിക്കറിയില്ല. ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. ഈ കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: പൊതുസമൂഹമേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് എല്ലാം മനസ്സിലായി, എല്ലാവരെയും മനസ്സിലായി. ബന്ധങ്ങളെ ഒക്കെ വെറും കുന്തമാണെന്നും മനസ്സിലായി. സ്നേഹത്തിൻ്റെ വിലയും തിരിച്ചറിഞ്ഞു. ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളും എല്ലാം ചാനലിനു മുമ്പിൽ ഒരു സങ്കടവുമില്ലാതെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നത്. എൻ്റെ ആദ്യത്തെ മരണം അവിടെ സംഭവിച്ചു. അപ്പോഴാണ് സംഭവിച്ചത് നെഞ്ച് തകർക്കുന്ന മരണം. പിന്നെ മൊട്ടത്തലയൻ എന്തൊക്കെയോ ഏതൊക്കെയോ വിളിച്ചു പറഞ്ഞു, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി. അവൻ കളിച്ച കളികൾ കണ്ട് ഗംഗാവലി പുഴ ഒഴുക്കുപോലും നിലച്ചു. ഞാൻ അത് കണ്ടിരുന്നു. രണ്ടാമത്തെ മരണം അവിടെ സംഭവിച്ചു. വെള്ളത്തിനടിയിൽ എന്നെ കിടത്തി റേറ്റിംഗ് ഉണ്ടാക്കിയ ആ മൊട്ട ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ചിരി വരുന്നു. ഒരിക്കലെങ്കിലും ഗംഗാവലി പുഴക്കരികിൽ എൻ്റെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. ലോറിക്കുള്ളിൽ കിടന്ന് തെളിഞ്ഞ ജലാശയത്തിന് മുകളിലൂടെ എനിക്ക് എൻ്റെ അമ്മയെയും ഭാര്യയെയും എൻ്റെ പൊന്നുമോനെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവരുടെ കണ്ണുനീര് ഈ പുഴയിൽ വീഴുമെന്നും അതിൽ ലയിക്കുമെന്നും ഞാൻ കരുതി. പക്ഷേ ആരും വന്നില്ല. പകരം ഞാൻ മരിച്ചുവോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയും മുമ്പേ എൻ്റെ സഹതാപത്തിൻ്റെ ഭാര്യ ഒരു സർക്കാർ ഓഫീസിൽ ജോലിയിൽ കയറി ചിരിക്കുന്ന ഫോട്ടോ വന്ന പത്രം ഞാൻ കണ്ടു. നനഞ്ഞു കുതിർന്ന ആ പത്രത്തിൻ്റെ ചിരി കണ്ട് ഞാൻ നിർത്താതെ കരഞ്ഞുപോയി. ഞാൻ ജീവനോടെ തിരിച്ചു ചെന്നാൽ അവൾക്ക് ജോലി പോകും, അത് അവരെ ഭയപ്പെടുത്തും തുടങ്ങിയ ചിന്തയിൽ ഞാൻ തണുത്തു വിറച്ചു കിടന്നു. എനിക്കു വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടു. അതിൽ ജാതിയോ മതമോ ഇല്ലായിരുന്നു. അതിലൊരു പ്രാർത്ഥന എന്നെ കരയിപ്പിച്ചു. വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയിൽ ഇമാം എനിക്കായി കരയുന്ന കാഴ്ച. എത്ര അമ്മമാരും ഉമ്മമാരും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരിക്കലും കാണാതെ അകലെ ഇരുന്ന് കരഞ്ഞവരെ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ജീവനോടെ വരാൻ ആയില്ല. എല്ലാവരും കരയുമ്പോഴും
കരയുമെന്ന് പ്രതീക്ഷിച്ചവരുടെ മൗനം എന്നെ കൊന്നിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ വരാനാണ്? പക്ഷേ ജീവനില്ലാത്ത ശരീരവുമായി എനിക്ക് തിരിച്ച് ഈ പുഴയിൽ നിന്ന് കരയ്ക്ക് കയറണമായിരുന്നു. അതെൻ്റെ വാശിയായിരുന്നു. അതുകൊണ്ടായിരുന്നു ലോറിക്കകത്ത് അള്ളിപ്പിടിച്ച് ഒരു ജീവിക്കും വിട്ടുകൊടുക്കാതെ ജീർണിക്കാതെ ഞാൻ കിടന്നത്. ഗംഗാവാലിപ്പുഴ എന്നെയും ലോറിയെയും വിഴുങ്ങിയ വാർത്ത നിങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ ഒരാൾ പുഴവക്കത്ത് കണ്ണീരടക്കാൻ പാടുപെട്ട് വിങ്ങുന്നുണ്ടായിരുന്നു, തല തല്ലി കരയുന്നുണ്ടായിരുന്നു. അതാണ് മനാഫിക്ക. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുഴയിൽ യജമാനനെ കാണാനാവാത്ത പട്ടിയെപ്പോലെ മനാഫിക്ക അലയുന്നുണ്ടായിരുന്നു. അവനോ പോയി. എൻ്റെ ലോറിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതി നിൽക്കുന്നതാവും എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിങ്ങൾ ഈ പുഴയിലേക്ക് നോക്കി, എൻ്റെ അർജുനെ നീ എവിടെയാടാ, ഒന്ന് വാ എന്ന് പറഞ്ഞ് കരഞ്ഞ നിമിഷമുണ്ടല്ലോ, അത് കണ്ടപ്പോൾ ജീവനോടെ കരയിലേക്ക് കുതിച്ചു ഉയരാൻ തോന്നിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. മനാഫ്ക, നിങ്ങൾ 72 ദിവസമാണ് എന്നെയും കാത്ത് പുഴക്കരികിൽ കണ്ണീരോടെ കാത്തിരുന്നത്. നിങ്ങൾ ബോട്ടിൽ വെള്ളം മാത്രം കുടിച്ച് നേരം വെളുപ്പിച്ചതും, ഭക്ഷണം കഴിക്കാതെയും വസ്ത്രം മാറാതെയും ഉറങ്ങാതെയും ചെളിമണ്ണിൽ ഇരുന്ന് ബിസ്ക്കറ്റ് മാത്രം കഴിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയതും എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. ഭാര്യയുടെയും മക്കളെയും കൂടെ കഴിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ പോയില്ല. എൻ്റെ അമ്മയും ഭാര്യയും അളിയനും അങ്ങകലെ ഉറങ്ങുമ്പോൾ എൻ്റെ ജീവൻ്റെ തുടിപ്പിനായി നിങ്ങൾ ഈ പുഴവക്കിൽ ഇരുന്ന് കരയുകയായിരുന്നു. കർണാടക സർക്കാരിനോട് കെഞ്ചുകയായിരുന്നു, പൊരുതുകയായിരുന്നു. ഒടുവിൽ ലോറിയിൽ നിന്നും എന്നെ പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ ഭ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞു ആ വാക്കുണ്ടല്ലോ. എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു. ഞാൻ ഓനെയും കൊണ്ടേ പോകൂ എന്ന വാക്ക്. ഗംഗാവലിപ്പുഴ കരഞ്ഞ നിമിഷമായിരുന്നു അത്. മനാഫ്ക, നിങ്ങൾ എനിക്കായി കാത്തിരുന്നത് ആ 72 ദിവസം മതി എൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ. നിങ്ങളുണ്ടാക്കിയ സ്നേഹലോകം, കറകളഞ്ഞ എൻ്റെ കേരളത്തിൻ്റെ മനുഷ്യപ്പറ്റിനെ മായ്ക്കാൻ ആവാത്ത അടയാളമായിരുന്നു. ഇപ്പോൾ സങ്കടമുണ്ട്. എല്ലാവരും കൂടി നിങ്ങളെയും കൊല്ലുകയാണ്. എൻ്റെ മനാഫ്ക, മാപ്പ്. നന്ദിയില്ലാത്ത കവിതകൾ. ഇതിലും കൂടുതൽ ഒന്നും അവരിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. കേരള സമൂഹമേ മാപ്പ് എന്ന് നിങ്ങളുടെ സ്വന്തം. ഇങ്ങനെയാണ് ആ കത്തിൻ്റെ ഉള്ളടക്കം. സത്യത്തിൽ ഈ ഒരു ഓഡിയോ ആരുടെയോ കലാസൃഷ്ടിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അർജുൻ എന്ന് പറഞ്ഞ മനുഷ്യനെ മരിച്ചു പോയതിനു ശേഷം ഇതുപോലെ ഒരു കത്ത് എഴുതിയിട്ട് ലോകത്തേക്ക് അയക്കാൻ അമാനുഷിക കഴിവോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താണെങ്കിലും ഇത് ആരുടെയോ കലാവാസനയിൽ വിരിഞ്ഞതാണ്. പക്ഷെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അർജുൻ പറയാൻ ബാക്കി വെച്ചതായിരുന്നു എന്നൊരു തോന്നൽ എവിടെയോ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് തോന്നും. കാരണം മനാഫിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹം മരിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചാണെങ്കിലൊക്കെ പറഞ്ഞത് വളരെ ആപ്റ്റായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് നടന്നതും അല്ലേ. ഒരുപക്ഷെ അർജുൻ മനാഫ് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ ചെയ്തത് ആ ഒരു ഗംഗാവലിപ്പുഴയിലിരുന്ന് കണ്ടിരുന്നേക്കാം. നമുക്കറിയില്ല എന്തായിരുന്നു അവസ്ഥ, ഒന്നും നമുക്കറിയില്ല. എന്നാണ് അർജുൻ മരിച്ചത്, എത്ര ദിവസം ലോറിക്കകത്ത് കുടുങ്ങിക്കിടന്നു, ഒന്നും നമുക്കറിയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ ഒരു അവസ്ഥ. തിരിച്ച് പോരാൻ കഴിയില്ല എന്നറിയുന്നൊരവസ്ഥ. ചിലപ്പോൾ കുടുങ്ങിക്കിടന്നിട്ട് ചിലപ്പോൾ ദിവസങ്ങളോളം അങ്ങനെ കുടുങ്ങിക്കിടന്നിട്ടായിരിക്കാം മരിച്ചിട്ടുണ്ടാവുക, നമുക്കറിയില്ല. എന്താണെങ്കിലും അർജുൻ അറിയാതെ, ഈ ലോകം മുഴുവൻ അയാളെ സ്നേഹിച്ചിരുന്നു എന്നറിയാതെയാണ് വിട പറഞ്ഞു പോയത്. നമ്മളിൽ ഒരാളായിട്ട്, നമ്മളെന്നും ഓർക്കുന്ന ഒരു മനുഷ്യനായിട്ട് അർജുൻ മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനിടയിൽ ആരും നെഗറ്റീവ് കമൻസ് ഒന്നും ഇടാൻ വരരുത്. ഞാൻ ജസ്റ്റ് ഇത് കണ്ട സമയത്ത് ഒരു ക്രിയേറ്റിവിറ്റി, പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കാനുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചന്ദൻ, ബൈ.